അഭിലാഷ്, ഈ സമരത്തിന്റെ അന്തിമ നിമിഷത്തിലേക്ക് എത്തുമ്പോഴും ഹർത്താൽ ഏകദേശം ബന്ധായി മാറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആബാലവൃത്തം ജനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സമരത്തിന് ഉപരിയായി ജനങ്ങൾ നടത്തുന്ന സമരം, ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഒരു സമരം എന്ന ഒരു പ്രതീതി ഇടുക്കി ജില്ലയിലെ എമ്പാടും നിന്നും നമുക്ക് ദർശിക്കാൻ കഴിയും. പ്രധാനമായി 3 ഇടങ്ങളിലാണ് പ്രധാന സമരം നടന്നത്. അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റായ കുമിളി ചെക്ക് പോസ്റ്റില് ഇരു മുന്നണികളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരുന്നത്. രാവിലെ 5 മണി മുതൽ തന്നെ സമരക്കാർ ഇവിടെ ഗതാഗതം തടസ്സപ്പെടുത്തുകയും അയ്യപ്പ ഭക്തന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ മണിക്കൂറുകളോളം രാവിലെ തടഞ്ഞിടുകയും ചെയ്തിരുന്നു. പിന്നീട് 10 മിനിറ്റ് ഇടവിട്ട് അയ്യപ്പ ഭക്തരെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കടത്തിവിടാൻ അനുവാദം നൽകുകയായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു വണ്ടിപ്പെരിയാറിലും സമാനമായ സമരമുറയാണ് നടക്കുന്നത്. വണ്ടിപ്പെരിയാറിലും വലിയ ഈ സമരം അന്ത്യ നിമിഷത്തിൽ എത്തുമ്പോൾ വലിയ ഒരു സമരമാണ് നടക്കുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടുകൂടി തോട്ടം തൊഴിലാളികളും ബഹുജനങ്ങളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിലിറങ്ങി കേരളത്തിന്റെ ജനവികാരം ഭരണകൂടത്തെ അറിയിക്കാനുള്ള ഒരു വലിയ തീവ്രമായ ഒരു പ്രവണത എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 136 അടി 6.4 അടി ആയിരിക്കുകയാണ്. സ്പിൽവേ വഴിയെല്ലാം ഇപ്പോൾ നീരൊഴുക്ക് ക്രമാതീതമായി ഉയർന്നു. ഇടുക്കിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ ഉത്കണ്ഠ തന്നെ നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായ ഭൂചലനവും മനുഷ്യന്റെ മനസ്സിൽ ഇവിടെ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 8 ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ നിരവധി ദിവസങ്ങളായി ഉറക്കം വിളിച്ച് സമരം നടത്തുകയാണ്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തുനിന്നുമുള്ള ജനങ്ങളുടെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. സമരം അന്ത്യഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഇടുക്കിയിൽ നിന്നും തങ്കച്ചൻ പീറ്റർ. ഇന്ന് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. 136.4 അടിയാണ് ജലനിരപ്പ് ഇപ്പോൾ. സ്പിൽവേയുടെ ആദ്യ 4 ഷട്ടറുകളിലൂടെയും ശക്തമായ നീരൊഴുക്കാണ് ഉള്ളത്. 13 ഷട്ടറുകളിലൂടെയും ജലം ഒഴുകുന്നുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. പ്രധാനമന്ത്രിയിലുള്ള